ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. ഞങ്ങളൊരു അടിപൊളി ഒരു മുട്ട വെച്ച ഒരു സാധനം ഉണ്ടാക്കാൻ പോവാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ സബോള എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു വലിയ സബോളയുടെ പകുതി തീരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, അതും ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് വേണ്ടത്. ഞാനൊരു വലിയ പച്ചമുളകിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ പാലാണ്. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിലോട്ട് അല്പം ഉപ്പും 2 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം. പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സബോളയും തക്കാളിയും പച്ചമുളകും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് നമുക്കൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ സബോളയ്ക്കും തക്കാളിക്കും വേണ്ട ഉപ്പ് മാത്രം ഇട്ടാൽ മതി. നമ്മൾ മുട്ടയിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കണം. ഇത് ഞാനിവിടെ നന്നായിട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മുട്ട ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി ഓരോരോ മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇല്ലാതെ ഞാൻ കുറച്ച് ഉണക്കമുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി ഒരു 4-5 മിനിറ്റ് കുക്ക് ചെയ്യാം നമുക്ക് അടച്ചു വെച്ച് തന്നെ. അത് കഴിയുമ്പോൾ 4-5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ടെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്നതാണ്. അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയത് ഒരു മുട്ട വെച്ചിട്ടാണ്. അതെനിക്ക് വീഡിയോ എടുക്കാൻ പോലും കിട്ടിയില്ല, മോൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2 മുട്ട വെച്ചിട്ടാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ, ബൈ.